അപ്പം ഇന്നിപ്പം വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആണല്ലേ. അപ്പം ഇന്നേ ദിവസം എൻ്റെ കൂടെ ഫുഡിനെ കുറിച്ച് ഒരുപാട് ഇൻഫോർമേഷൻസ് അവയർനെസ് തന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലെ വൺ മാൻ ഷോ സജിനാണ് എൻ്റെ കൂടെയുള്ളത്. മെയിൻലി ആൾ ഫോക്കസ് ചെയ്യണത് കുട്ടികളുടെ ഭക്ഷണങ്ങളിലാണ് കേട്ടോ. അപ്പം നമ്മളിപ്പം ഒരു കുട്ടികളുടെ ഒരു ഡ്രിങ്ക്, പുതുതായിട്ടൊരു ഡ്രിങ്ക് നമ്മുടെ മാർക്കറ്റിൽ വന്നു. അപ്പം അത് വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മെയിൻലി ആ പ്രൊഡക്റ്റിന്റെ ഇൻഗ്രീഡിയന്റ് അവരെന്താണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം വിശദമായി പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഈ പറയുന്ന പോലെ അൺവാണ്ടഡ് കളേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഡ്രിങ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് അതിന് കളേഴ്സ്, അട്രാക്റ്റീവ് കളേഴ്സിന് വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആഡ് ചെയ്യും. അപ്പൊ അത് ഒരുപാട് ശരീരത്തിലേക്ക് പോയി കഴിഞ്ഞാലുള്ള ദോഷങ്ങളെ പറ്റി ആദ്യം മനസ്സിലാക്കുക. പിന്നെ അത് മാത്രമല്ല, ആ ഡ്രിങ്കിന്റെ ഷുഗർ കണ്ടന്റ് അത് വളരെയധികം ഹൈ ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് ഓൾമോസ്റ്റ് ഷുഗർ എല്ലാം അഡിക്റ്റഡ് ആണ് കുട്ടികൾ ഫുൾ ആയിട്ട്. അപ്പോൾ എല്ലാ ഡ്രിങ്ക്സിലും ഇവര് ഷുഗർ ഹൈ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക, അതിനെക്കുറിച്ച് പഠിക്കുക. കാരണം ഒരു മിനിമം ലെവൽ ഓഫ് കുട്ടികൾക്ക് ഷുഗർ കണ്ടന്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അത് ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. ഇത്ര ഒരു 60 സ്പൂൺ ആണെങ്കിൽ അത് മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഗ്രാമേ പാടുള്ളൂ എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ കൂടുതലുള്ള ഡ്രിങ്കുകൾ ഒരിക്കലും നമ്മൾ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് കുട്ടികൾ. അല്ല, നമ്മളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ടോ, ഇത് നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഇത് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട്? തീർച്ചയായും ഒരുപാട് വീട്ടമ്മമാര്, പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. നമ്മൾ ഇത് ഇപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ഇൻഗ്രീഡിയൻസ് നോക്കി വാങ്ങിക്കാൻ ശീലിച്ചു. പിന്നെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോഴും ഇതുപോലുള്ള കണ്ടന്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയന്റ് ഉള്ളതായിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കാറുണ്ടെന്ന് പറഞ്ഞ് ഒരുപാട് വീട്ടമ്മമാര് മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ എന്റെ എല്ലാ ഫോളോവേഴ്സിന്റെ മെസ്സേജസിനും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുപോലെ ഭീഷണി ഉണ്ടാവാറുണ്ടോ, നമ്മുടെ പ്രൊഡക്റ്റിനെ താഴ്ത്തി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്? ഒരു നാണയത്തിന്റെ ഇരുവശമുള്ള പോലെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ഒബ്വിയസ്ലി എന്തായാലും ഒരു ചീത്തക്കാര്യം ഉണ്ടാവുമല്ലോ. തീർച്ചയായും ഉണ്ട്, ഭീഷണികൾ വരാറുണ്ട്. അത് ചിലത് നിയമപരമായിട്ട് നേരിടാറുണ്ട്, ചിലത് വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അപ്പൊ അത് അങ്ങനെ തന്നെ എടുക്കുന്നു. ഈ മുതിർന്നവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു അവയർനെസ് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ എന്റെ പല വീഡിയോയിലും മുതിർന്നവർക്ക് കൂടെ അവയർനെസ് കൊടുക്കാവുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പം ഇന്നിപ്പം ഈ ഒരു ഫുഡ് സേഫ്റ്റി ഡേയില് എന്ത് ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ എല്ലാവർക്കും, കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ളത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എല്ലാവരും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ഹെൽത്ത്. അപ്പൊ അത് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോ നമ്മൾ ഏത് ഫുഡ്, പാക്കറ്റ് ഫുഡ്, ഏത് പ്രോസസ്ഡ് ഫുഡ് ആണെങ്കിലും വാങ്ങിക്കുന്ന സമയത്ത് ഓവർലോഡഡ് ആയിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഉള്ളത് ഒഴിവാക്കുക. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഓവർലോഡഡ് ആയിട്ടുള്ളത് ഒഴിവാക്കുക. ആർട്ടിഫിഷ്യൽ കളർ ഒരുപാടുള്ളത് ഒഴിവാക്കുക. അപ്പൊ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ പാക്കറ്റ് ഫുഡുകളും വാങ്ങിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ആ പ്രൊഡക്റ്റ് വാങ്ങിക്കരുതെന്നോ നിങ്ങൾ കഴിക്കരുതെന്നോ ഞാൻ പറയുന്നില്ല. ഇതെല്ലാം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് എന്റെ കൺസേൺ. അത് മാത്രമേ ഞാൻ എന്റെ വീഡിയോയില് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇനി എല്ലാവരും പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്യുക. ഓവർ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഉള്ളത് ലിമിറ്റ് ആയിട്ട് കഴിക്കും. അപ്പം ആള് പറഞ്ഞതുപോലെ തന്നെ ഏതൊരു പാക്കറ്റ് ഫുഡ് വാങ്ങിക്കുമ്പോഴും അതിന്റെ ഇൻഗ്രീഡിയൻസ് ശ്രദ്ധിക്കാൻ നമ്മൾ മറക്കരുത്. നമ്മൾ എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കാറുണ്ട്, പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയൻസ് കൂടി നമ്മൾ നോക്കാൻ വേണ്ടി മറക്കരുത്. ഈ ഒരു ഫുഡ് സേഫ്റ്റി ഡേയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് കടക്കാം. കീപ് ലിസണിംഗ് ക്ലബ് FM 94.3. കൂടെ തന്നെ കാണും ഞാൻ ഹൃദ്യ. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ. അതൊരു അവയർനെസ് ആകുമ്പോൾ പകുതി ആൾക്കാരും അതങ്ങോട്ട് സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. പക്ഷെ അങ്ങനെ സ്കിപ്പ് ചെയ്യരുത്, നമുക്ക് തന്നെ പണി കിട്ടും. ബൈ ദ വേ, ക്ലബ് FM 94.3 ഹൃദ്യയാണ് കൂടിയുള്ളത്. റൈറ്റ് നൗ എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്. അപ്പം ആള് ചെയ്യണത്, അതായത് കുട്ടികൾക്കുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസാണ് ആൾ പോസ്റ്റ് ചെയ്യണത്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ആരാണെന്നല്ലേ, എൻ്റെ കൂടിയുണ്ട്. എന്റെ പേര് സജിൻ, സ്വദേശം പാലക്കാടാണ്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവാണ്ടഡ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടുള്ള പ്രോസസ്ഡ് ഫുഡുകളെ പറ്റിയിട്ടാണ് എന്റെ വീഡിയോസ് എല്ലാം. വൺ മാൻ ഷോ ബൈ സജിൻ എന്നാണ് ചാനലിന്റെ പേര്. ഒരുപാട് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് നമ്മളിങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണല്ലേ നമ്മുടെ വീഡിയോസ് ഒക്കെ? കുട്ടികളാണ് എന്റെ മെയിൻ കൺസേൺ. കാരണം കുട്ടികൾ ഇതൊന്നും അറിയാതെ മെയിൻലി അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് മാത്രം വാങ്ങിച്ച് കഴിക്കുന്ന ഒരുപാട് ഹൈ പ്രോസസ് ചെയ്ത ഫുഡുകൾ ഇന്ന് വിൽപ്പനയ്ക്കുണ്ട്. അപ്പൊ അത് വാങ്ങിച്ച് കഴിക്കുന്നവരും വാങ്ങിച്ചു കൊടുക്കുന്നവരും അറിയാൻ വേണ്ടിയിട്ടാണ്, ഒരു അവയർനെസ്സിന് വേണ്ടി മാത്രമല്ല നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫ്രണ്ടിലെ ഇമേജ് മാത്രം കണ്ടുകൊണ്ട് വാങ്ങിക്കരുത്. അതിൽ ഇൻഗ്രീഡിയൻസും കൂടെ ചെക്ക് ചെയ്തതിനു ശേഷം വാങ്ങിക്കാനുള്ളൊരു ശീലം കൂടെ മലയാളികൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും
മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. സ്റ്റാർട്ടിംഗത്തെ വീഡിയോ ഈ ഫുഡ് റിലേറ്റഡ് തന്നെയാണോ? അതെ 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 അതെ, നമ്മൾ ആദ്യം മുതലേ ഫുഡ് റിലേറ്റഡ് തന്നെയാണ്. ഫുഡ് മാത്രമല്ല, കോസ്മെറ്റിക്സ് ഉണ്ട്. നമ്മൾ അവയർനെസ് ആണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അപ്പം എത്ര കൊല്ലമായി നമ്മൾ ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടാൻ തുടങ്ങിയിട്ട്? ഞാൻ ഓൾമോസ്റ്റ് ഒരു 1.5 വർഷത്തിനടുത്തായല്ലോ. അതിന് മുമ്പ് നമ്മളത് ഒരു വർഷത്തോളം ഞാൻ, കാരണം മുമ്പ് തന്നെ ഞാൻ ഈ ഓരോ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുമ്പോഴും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ പരിശോധിക്കാറുണ്ട്. പക്ഷെ അതിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ്, അതായത് ഒരു നമ്പേഴ്സ് എന്നൊക്കെ പറയും, INS നമ്പേഴ്സ്, നമ്പേഴ്സ് എന്നൊക്കെ പറയുന്ന കുറെ കോഡ് നമ്പേഴ്സ് ഉണ്ടാവും ഈ ഇൻഗ്രീഡിയൻസിൽ. അപ്പൊ ഇതൊന്നും എന്താണെന്ന് നമ്മൾ അറിയില്ല. അപ്പൊ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇതില് സൈഡ് എഫക്റ്റുകളും ഹാംഫുള്ളും എല്ലാം അറിയാൻ നമുക്ക് സാധിച്ചത്. അതിനുശേഷം ഒരു വർഷത്തോളം ഞാൻ അതിന് പുറകെ ഇരുന്ന് പഠിച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കുട്ടികളുടെ ആരോഗ്യ കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വലിയ ശ്രദ്ധയാണല്ലേ, കൊടുക്കുന്ന ഫുഡിലൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ അങ്ങോട്ട് കേൾക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പാളിപ്പോയെന്ന് തോന്നിയിട്ടുണ്ടോ? ഇനിയുണ്ട് കുറച്ച് കാര്യങ്ങൾ സജിനിതയെ നമ്മളടുത്ത് പറയാൻ വേണ്ടിയിട്ട്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. ഹൃദയാണ് കൂടിയുള്ളത്.